ഹായ്, നമസ്കാരം. കാര്യത്തേക്കിലേക്കൂടെ എന്ന നമ്മുടെ സീരിയലിൽ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ അച്ഛൻ സുനന്ദയ്ക്ക് കല്യാണാലോചനയായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സുനന്ദയുടെ അമ്മയടുത്ത് പറയുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്, മറ്റ് പ്രാരാബ്ദങ്ങളൊന്നുമില്ല, ഒരു സഹോദരി ഉണ്ടായിരുന്നു, വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ്, അമ്മ മാത്രമേ ഉള്ളൂ. സുനന്ദയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ചെറുക്കൻ ഇഷ്ടമായി. അതുകൊണ്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്, എനിക്കറിയാവുന്ന കുടുംബമാണ്, അപ്പോൾ നമുക്ക് വിവാഹാലോചന ഉറപ്പിക്കാം, അവർ നാളെ പെണ്ണ് കാണാൻ വരുമെന്നൊക്കെ നമ്മുടെ സുനന്ദയുടെ അമ്മയടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുനന്ദയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ആലോചന എത്രയും പെട്ടെന്ന് എല്ലാം കഴിപ്പിച്ച് വിടണമെന്നായിരിക്കുമല്ലോ. നമ്മുടെ സുനന്ദയ്ക്ക് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ സങ്കടവും വരുന്നുണ്ട്. കാരണം സുനന്ദയുടെ മനസ്സ് നിറയെ നമ്മുടെ സുഭാഷേട്ടനാണ്. നമ്മുടെ സുനന്ദ അങ്ങ് കരച്ചിലും സങ്കടമൊക്കെ വരികയാണ്. അങ്ങനെ നമ്മുടെ സുനന്ദ വലിയ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സുഭാഷേട്ടൻ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ്. കാരണം നമ്മുടെ ഹരീഷ് പറഞ്ഞല്ലോ, സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി സുഭാഷേട്ടൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അവരുടെ കല്യാണ ഫോട്ടോ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിന് സുധീഷേട്ടന് എതിർപ്പാണ്. അവരെ ഒരു റൂമിൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹരീഷിൻ്റെ മനസ്സിൽ സുഭാഷ് വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സത്യാവസ്ഥ നമ്മുടെ സുഭാഷിനറിയാം, പക്ഷേ അത് ഒരിക്കലും ഹരീഷിനോട് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഹരീഷും സുധീഷോട് എപ്പോഴും വഴക്കാം. അപ്പോൾ പിന്നെ ഇതുകൂടി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് കരുതി സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുധീഷ് തുള്ളിച്ചാടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞ്, എന്താ സുഭാഷ് ഏട്ടാ ഇരിക്കുന്നത്? ഒന്നുമില്ല. സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ? എന്തിനാന്ന് അറിയത്തില്ല അച്ഛൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്താ സുഭാഷ് ഏട്ടാ അങ്ങനെ പറഞ്ഞത്? അത് അച്ഛനല്ല, ഞാനാ അതിന് മുൻകൈ എടുത്തത്. നീ കല്യാണ ഫോട്ടോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഫ്രെയിം ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന ഞാനാന്ന് പറയും. നീ എന്തിനാ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? നിധിക്ക് എന്ത് വിഷമമായെന്ന് നിനക്കറിയാവോ? അത് സുഭാഷ് ഏട്ടാ, കല്യാണ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കാണുമ്പം നിധിക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നുന്നതനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഞങ്ങൾ സന്തോഷകരമായിട്ട് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കും സുഭാഷ് ഏട്ടാ എന്ന് പറയും. സുഭാഷിനത് സന്തോഷം തന്നെ. പക്ഷേ നിധിയുടെ മനസ്സ് മാറുന്നില്ലല്ലോ. നിധി ഒരിക്കലും നമ്മുടെ സുധീഷിനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുമില്ല. അപ്പം നമ്മുടെ സുഭാഷ് പറയും, നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൂടി അവൾക്ക് നിന്നോട് സ്നേഹം കൂടുന്ന എന്തോ തോന്നുന്നത്? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു പറയും. വർക്ക്ഷോപ്പില്ല? അപ്പം നീ പറഞ്ഞ ഒരു കള്ളവും കൂടി പൊളിഞ്ഞു എന്ന് പറഞ്ഞ്. അല്ല, അതോട് കുഴപ്പമൊന്നുമില്ല, സത്യാവസ്ഥ അവൾ മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് ഇനി വേറെ കള്ളം പറയേണ്ടി വരത്തില്ലെന്ന് പറയും. എന്തുവാടാ ഇത്? അതൊക്കെ പോട്ടെ സുഭാഷ് ഏട്ടാ, ഞാനേ തോമസ് ഏട്ടനെ കണ്ടായിരുന്നു. തോമസ് ഏട്ടനെ കണ്ട് നാളെ തൊട്ട് ഞാൻ ട്രാവൽസ് ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ചിരിക്കുകയെന്ന് തന്നെ. തോമസ് ഏട്ടൻ നിന്നെ കയറ്റിയോ? നമ്മുടെ നാവല്ലേ, നമുക്ക് എന്ത് പറഞ്ഞ് നമ്മളാളെ കുപ്പിയിലാക്കത്തില്ലെന്ന് ചോദിക്കും. അത് നാളെ തൊട്ട് ഞാൻ ട്രാവൽസിൽ ജോലിക്ക് പോകുമെന്ന് നമ്മുടെ സുഭാഷ് ഏട്ടനോട് നമ്മുടെ സുധീഷ് പറയുന്നു. അതിനുശേഷം നമ്മുടെ സുഭാഷ് ഏട്ടൻ അതുപോലെ തന്നെ കിച്ചണിനകത്ത് ജോലി ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ നിധി അങ്ങോട്ട് വരുമ്പോൾ ഹാളിനകത്ത് നികേഷും സുധീഷും ഹരീഷും കൂടി ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. നിധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എഴുന്നേക്കണം, പക്ഷേ ആരും ചെയ്യാതെ എല്ലാവരും കിടന്നുറങ്ങും. സുഭാഷ് ഏട്ടൻ കുറച്ച് വെള്ളം എടുത്ത്, വേണ്ട നിധി അവർ ഉറങ്ങട്ടെ. സുഭാഷ് ഏട്ടൻ അവരെ ഇങ്ങനെ വളർത്തി വഷളാക്കിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടിയുമ്പോൾ നികേഷ് ആദ്യം എന്താ ഏട്ടത്തി എഴുന്നേക്കെന്ന് പറയും. ഉടനെ ഹരീഷ് പിന്നെ നിധിയെ കാണുമ്പോഴേ എഴുന്നേക്കും. ഹരീഷിന് ഭയങ്കര ഒരു ചമ്മലും ഒക്കെയാണ്. പിന്നെ നമ്മുടെ സുധീഷ്, എന്താ ഇത്, എത്ര തവണ പറഞ്ഞു നേരത്തെ ഉറക്കം എഴുന്നേക്കണമെന്ന് എന്ന് പറഞ്ഞ് എഴുന്നേക്കുമ്പോഴത്തേക്ക് നമ്മുടെ പായും തലയാണയൊക്കെ അവിടെ ഇരിക്കുമല്ലേ. പായും തലയാണയൊക്കെ ഈ ചുരുട്ടൻ വേറെ ആരെങ്കിലും വരുമോ എന്ന് പറഞ്ഞാൽ അതെല്ലാം ചുരുട്ടിയെടുത്ത് അങ്ങ് അകത്ത് കൊണ്ടുപോകും. അകത്ത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക്, കണ്ടോ സുഭാഷ് ഏട്ടാ ഇത്രയേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധിയും അകത്ത് കയറി പോകും. അങ്ങനെ സുഭാഷ് പിന്നെയും കിച്ചണിൽ ജോലിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിധി ഇറങ്ങി വന്നിട്ട് മിറ്റം തൂക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരൻ ഇരുന്ന് പുകവലിക്കുന്ന ബീഡിക്കുറ്റികളെല്ലാം അവിടെ ഇങ്ങനെ വാരിയിടുകയാണ്. അപ്പോൾ ബീഡിക്കുറ്റിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നിധി ചോദിക്കും, എന്തിനാ അച്ഛാ ഈ ബീഡിയെല്ലാം ഇങ്ങനെ വലിക്കുന്നത്? എൻ്റെ വീട് എൻ്റെ ഇഷ്ടം. അത് ചോദിക്കും. അതിനിപ്പോൾ എനിക്ക് ആരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛൻ പുക വലിക്കുന്ന അച്ഛൻ്റെ ഇഷ്ടം. അച്ഛൻ ഇങ്ങനെ പുക വലിച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ ഈ പുക ശ്വാസം ഇങ്ങനെ പുറത്ത് പോയി ആൾക്കാർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുമെന്നറിയും. ഇതെന്തൊരു കഷ്ടമാണ്, എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് പുക വലിക്കാനും പറ്റില്ല. അച്ഛൻ വേണമെങ്കിൽ അച്ഛൻ ദൂരെ എവിടെയെങ്കിലും പോയിരുന്നു ഒരു 10 മീറ്റർ ദൂരെ പോയിരുന്ന് വലിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരുമെന്ന് പറയും. ഇത് വായിൽ കൂടി ഇതിൻ്റെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുമെന്ന് പറയും. എങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ദൂരം മാറിയെന്ന് വലിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരനൊന്നും പറയാതെ തന്നെ ദൂരോട്ട് മാറി ഇന്ന് വലിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹരീഷൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. നമ്മളാരും പറഞ്ഞാൽ കേൾക്കാത്ത ആളെന്തായാലും ഏട്ടത്തി പറഞ്ഞപ്പോൾ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആശ്വാസമായിരുന്നു. നമ്മുടെ നിധിയോട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഭാസ്കരന്. ദേഷ്യപ്പെട്ടതിന് പറയുന്നെങ്കിലും നല്ല സ്നേഹമാണ്.
അപ്പോൾ നമ്മുടെ സുഭാഷ് കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുവാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിധി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുനന്ദ ഓടി കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഓടി വരുവാണ്. അപ്പം എന്ത് പറ്റി, നീ നേരത്തെ നിനക്ക് വിശക്കുന്നുണ്ടോ, കറി വല്ലതും വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിനക്കിപ്പം കറി ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് പ്ലേറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും നമ്മുടെ സുനന്ദ ശ്രദ്ധിക്കുന്നില്ലേ. നമ്മുടെ കല്യാണാലോചന ടെൻഷനിൽ നിൽക്കുക സുനന്ദ. അപ്പം സുനന്ദ വരുന്നത് നമ്മുടെ നിധി കാണുന്നുണ്ട്. നിധി അവിടെ ഇരിക്കുവാണല്ലോ. അപ്പം നിധിക്ക് സ്ഥിരം പിന്നെ വരുന്നതുകൊണ്ട് നിധി അത്ര വലിയ ശ്രദ്ധിച്ചില്ല. അങ്ങനെ സുഭാഷ് കറി എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് സുനന്ദ ഓടി കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുവാണ് സുഭാഷിൻ്റെ നെഞ്ച്. അപ്പോൾ നമ്മുടെ നിധി എഴുന്നേറ്റ് നോക്കുക, എന്ത് പറ്റി സുനന്ദ? എന്നിട്ടിപ്പോൾ നമ്മുടെ നിധിയാണ് അല്ല സോറി സുനന്ദയാണ് നമ്മുടെ സുഭാഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവർ എന്താ കാര്യം, നീ കാര്യം പറ. അത് സുഭാഷ് ചേട്ടാ, അച്ഛൻ വന്നിരിക്കുന്നത് എനിക്ക് കല്യാണാലോചനയായിട്ടാണ്, നാളെ അവരെന്നെ പെണ്ണ് കാണാൻ വരുമെന്ന് പറയുന്നത്. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ചാൽ മതി, എൻ്റെ ജീവിതത്തിൽ ഒരു ചെറുക്കനുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അങ്ങനെ സുനന്ദയെ കാണാത്തത് കൊണ്ട് നമ്മുടെ സുനന്ദയുടെ അമ്മയും അച്ഛനും കൂടി വരുമ്പോഴത്തേക്ക് എന്തോ കാണുന്നത്, നമ്മുടെ സുനന്ദ നമ്മുടെ സുഭാഷിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. ഉടനെ സുനന്ദയുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് സുനന്ദയെ ഇട്ടങ്ങ് അടിക്കുവാണ്. അവിട്ടങ്ങ് അടിക്കുക. അപ്പോൾ നമ്മുടെ നിധിയും സുഭാഷും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഗംഗാധരനും സുനന്ദയുടെ അച്ഛനും എല്ലാം കൂടി വന്നിട്ട് സുഭാഷിനെ എടുത്തിട്ടങ്ങ് അടിക്കുവാണ്. നീ എന്താടാ കരുതിയത് വരുന്നതെന്ന് പറഞ്ഞു, എൻ്റെ മോളെ നീ വശീകരിക്കുവാന്നൊക്കെ ചോദിച്ചു. ഇവനെ ചേട്ടാ പെണ്ണ് കാണാൻ നടന്ന് കിടന്ന് പെണ്ണൊന്നും കിട്ടാതിരുന്നപ്പോൾ എൻ്റെ മോളെ വശീകരിക്കാൻ നോക്കുമോ, ഈ കാലത്തൊടുത്തോട്ട് എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിടത്തില്ല, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുനന്ദയെ എടുത്തിട്ട് അടിക്കുവാണ്. അങ്ങനെ നമ്മുടെ നിധി ഇതെല്ലാം കണ്ടവർ നിധി പറയും, അതിന് സുഭാഷ് ചേട്ടനൊന്നും ചെയ്തില്ല, സുനന്ദ ഇങ്ങോട്ട് കയറി വന്നേന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സുഭാഷിനോട് പിന്നെയും ദേഷ്യപ്പെടുക, നീ എൻ്റെ സ്വത്തും പണവും കണ്ട് മോഹിച്ചെല്ലിയോടെ എൻ്റെ മോളെ പുറകെ നടക്കുന്നത്, എനിക്ക് ജീവനുണ്ടെങ്കിൽ കല്യാണം ഞാൻ നടത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അതിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് തുടർന്ന് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.